മാണി ജോസഫ് പോർ മുറുകുന്നു. മാണിക്കെതിരെ PJ ജോസഫിന്റെ ഉപവാസ യജ്ഞം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. PC ജോർജും ജോസഫിന്റെ ഉപവാസ വേദിയിൽ. ജോസ് കെ മാണിയുടെ പദയാത്രയ്ക്ക് സമാന്തരമായാണ് ജോസഫിന്റെ ഉപവാസ യജ്ഞം. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് PJ ജോസഫിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത്. ഉപവാസ യജ്ഞത്തിൽ PC ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്നത്. കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര ഇപ്പോൾ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് വർക്കിംഗ് ചെയർമാൻ കൂടിയായ PJ ജോസഫ് ലോക സമാധാനത്തിന്റെ പേരിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരു യജ്ഞം, അതായത് ഒരു ഉപവാസ യജ്ഞം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിലവിൽ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പടലപ്പിണക്കങ്ങൾ എല്ലാം തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാവുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ PJ ജോസഫ് മാത്രമായി പഴയ ജോസഫ് വിഭാഗത്തിന്റെ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞ പരിപാടി, ഒരു ഉപവാസ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമായി കാണേണ്ടത്. പ്രധാനമായും ജോസഫ് വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന മോൻസി ജോസഫ്, ജയരാജ് തുടങ്ങിയ നേതാക്കന്മാരും MLA മാരും ഒപ്പം തന്നെ പ്രമുഖ നേതാക്കന്മാരും എല്ലാം തന്നെ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ 7ഓളം ജനറൽ സെക്രട്ടറിമാർ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതും രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്നു. കേരള കോൺഗ്രസിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകാനുള്ള സാധ്യത തുറന്നു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിരവധി തവണ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിച്ഛായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ PJ ജോസഫ് ഇത്തരത്തിൽ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പതിവാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരള കോൺഗ്രസ് പിളർത്തിക്കൊണ്ട് ഒരു പുതിയ കേരള കോൺഗ്രസ് സൃഷ്ടിക്കുക എന്നുള്ള മനോഭാവം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ ഇത് എടുത്തു പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അത്തരം രാഷ്ട്രീയം ഇതിൽ കാണേണ്ടതില്ല എന്ന് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ എല്ലാ സംഘർഷങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഉപവാസമാണ് താങ്കൾ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. PC ജോർജിനെ ഇതിൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ നിയമസഭയിൽ മോൻസി ജോസഫാണ് എല്ലാവരെയും പ്രാജ്ഞായത്വത്തിലേക്ക് സ്വാഗതം ചെയ്തത്. ഇതനുസരിച്ചായിരിക്കും അദ്ദേഹം വന്നത്. അസ്വാഭാവികത കാണേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് PC ജോർജ് നൽകിയ മറുപടി കൗതുകമായി. അണ്ണ ഹസാരെ ബോംബെയിൽ അഴിമതിക്കും കോഴയ്ക്കുമെതിരെ സമരം നടത്തുന്നു, ഇവിടെ PJ ജോസഫ് കോഴയ്ക്കെതിരെ സമരം നടത്തുന്നു, അതുകൊണ്ടാണ് താൻ ഇതിൽ പങ്കെടുത്തത്. KM മാണിക്ക് കോഴയ്ക്കെതിരെയുള്ള സമരമായതുകൊണ്ടും പരിപാടി ആയതുകൊണ്ടും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന രസകരമായ ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും കേരള കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകാവുന്ന, പിളർപ്പിന് വരെ വഴിവെക്കാവുന്ന സംഭവവികാസങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, തീർച്ചയായും ലെസ്ലി ജോണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. PJ ജോസഫിന്റെ ഉപവാസ യജ്ഞം ഒരു ഭാഗത്തും ജോസ് കെ മാണിയുടെ പദയാത്ര മറ്റൊരു ഭാഗത്തും നടക്കുന്നു. തീർച്ചയായും ലെസ്ലി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പിളർപ്പ് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമോ എന്ന ഉള്ളറകളാണ് വാർത്തകളെല്ലാം ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടുന്നത്. അതേസമയം 3ാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ച് ലീഗ്. 3ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന് ET മുഹമ്മദ് ബഷീർ. ഈ ആവശ്യം UDF യോഗത്തിൽ ഉന്നയിക്കും. ഏത് സീറ്റ് വേണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ഉടൻ ഭാരവാഹി യോഗം ചേർന്ന് അന്തിമ തീരുമാനത്തിലെത്തുമെന്നും ET മുഹമ്മദ് ബഷീർ കോഴിക്കോട് പ്രതികരിച്ചു. ലീഗിന് ഒരു 3ാം പാർലമെൻറ്റ് സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട്. ഞങ്ങൾ ചോദിക്കും. അതല്ലാതെ ഇപ്പോൾ ഏതാണ് എന്താണ് എങ്ങനെ എന്നീ ഘട്ടത്തിൽ പറയാൻ നോക്കില്ല. ലീഗിന് 3ാം സീറ്റിന് അർഹതയുള്ളതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെടും. അത് വ്യക്തമാണ്. അത് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യണം. പോരാത്തന്നെ UDF ഡിസ്കസ് ചെയ്യണം. എന്നിട്ടേ ഞങ്ങൾ സീറ്റിനെ പറ്റി പറയുള്ളൂ. ലീഗിൻ്റെ അർഹത ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തെ അപമാനിക്കുന്നതിൽ മോദിക്കും രാഹുലിനും ഒരേ സ്വരമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് സംശയിക്കുന്നതായും കോടിയേരി പ്രതികരിച്ചു. നരേന്ദ്രമോദിയുടെ അതേ വാക്കുകളാണ് രാഹുൽ ഗാന്ധിയും ഇന്നലെ കേരളത്തിൽ വന്ന് പ്രയോഗിച്ചത്. രണ്ടു കൂട്ടർക്കും, മോദിക്കും രാഹുലിനും കേരളത്തിൽ വരുമ്പോൾ ഒരേ ശബ്ദമാണ് എന്ന് ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തോടു കൂടി വ്യക്തമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് വലിയൊരു അജ്ഞതയുണ്ട് എന്നുള്ളതും ഇന്നലത്തെ പ്രസംഗം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബൃന്ദ കാരാട്ട്.
രാഹുൽ ഗാന്ധി രാഷ്ട്രീയ അവസരവാദിയെന്ന് അവർ പറഞ്ഞു. UP ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രസംഗിച്ചത്. സുപ്രീംകോടതി വിധി അനുസരിച്ച് ശബരിമലയിൽ ലിംഗനീതി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടങ്ങളെല്ലാം എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ ഭരണഘടനയ്ക്കെതിരായ അക്രമങ്ങളെക്കുറിച്ച് രാഹുൽ ഒന്നും മിണ്ടിയില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനും RSSനും മത യാഥാസ്ഥിതികർക്കും ഒരേ ശബ്ദമാണെന്നും ബൃന്ദ കരാട്ട് കുറ്റപ്പെടുത്തി. And I want to ask Mr. Rahul Gandhi, who was here in Kerala yesterday. You made some absurd statements. I think Mr. Rahul Gandhi misplaced his speech. He thought he was speaking in Uttar Pradesh. When he said that there are no schools and health centers in Kerala, Mr. Rahul Gandhi, he should check up with his experts who make his points for him. Baba, why did you give the poor man a speech he was to make somewhere else? He came to Kerala and started saying there's no health, there's no education. Please look at the government records, Mr. Gandhi. And he spoke about employment. What is he talking about? So I think Mr. Gandhi needs to know his facts before he makes speeches in Kerala. This is the most literate state in India, Mr. Gandhi. Please understand that. And Mr. Gandhi did not say a single word about the Constitution and about upholding the judgments of the Supreme Court. But here in Kerala, you stitch your lips up with a special Fevicol and you refuse to speak about those issues which the people of Kerala want to hear from you. I think it is a shame, Mr. Gandhi. And I think this shows a level of political opportunism which is not healthy for the people of Kerala. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിവാദം കോൺഗ്രസ് ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ദില്ലിയിൽ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചു. 50% VVPAT മെഷീനുകൾ എണ്ണണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തിയെന്ന ഹാക്കർ സെയ്ദ് ഷൂജിയുടെ വെളിപ്പെടുത്തലിൽ അലിയൊലി അവസാനിക്കുന്നില്ല. ഹാക്കറുടെ വെളിപ്പെടുത്തലിനോട് ആദ്യം അകലം പാലിച്ചിരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിഷയം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയാണ്. 2014 ഉണ്ടായ ക്രമക്കേട് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചു. വെള്ളിയാഴ്ച ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്ത ശേഷം നേതാക്കൾ ദില്ലിയിൽ യോഗം ചേരും. രാജ്യം ബാലറ്റ് പേപ്പർ യുഗത്തിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പോളിംഗിന് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനൊപ്പം രേഖപ്പെടുത്തിയ വോട്ടിന്റെ രസീത് കണ്ട് വോട്ടർമാർക്ക് ബോധ്യപ്പെടാനുള്ള സംവിധാനമായ VVPAT ഉപയോഗിക്കണമെന്നാണ് കമ്മീഷൻ നിലപാട്. ഒരു മണ്ഡലത്തിലെ ക്രമരഹിതമായി തിരഞ്ഞെടുക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളിലെ 10% VVPAT എണ്ണും. എന്നാൽ 50% VVPAT എണ്ണിയാലെ ക്രമക്കേട് നടന്നില്ലെന്ന് ഉറപ്പുവരുത്താനാകൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇക്കാര്യം പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിശദമായി ചർച്ച ചെയ്യും. VVPATൽ സമവായമായാൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ട് വിഷയം ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദിയും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ച 7.18% എന്ന റിപ്പോർട്ടിൽ പറയുന്നു. പ്രളയവും ഓഖിയും സാമ്പത്തിക വളർച്ചയെ ബാധിച്ചതായും സംസ്ഥാനത്തിന് അധിക ചെലവ് സൃഷ്ടിച്ചതായും റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട്. കഴിഞ്ഞ 2017-18 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് ധനമന്ത്രി തോമസ് ഐസക് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.22% നിന്ന് 7.18% വർദ്ധിച്ചു. എന്നാൽ പ്രളയവും ഓഖിയും സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിച്ചു. നവകേരള നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ധനക്കമ്മി ഉയരുമെന്നും പ്രളയ സെസ് വൈകുന്നത് ധനക്കമ്മിയെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചെലവ് ചുരുക്കലല്ല കൂട്ടലാണ് സർക്കാർ നയമെന്നും സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നമ്മളൊരു 1.5% വളർച്ച നിരക്ക് താഴെ പ്രതീക്ഷിച്ചിരുന്ന വളർച്ച നിരക്ക്. കാരണം പ്രളയം മൂലം സ്വത്തുക്കൾ മാത്രമല്ല നശിച്ചിട്ടുള്ളത്. ഇത് 2 മാസക്കാലം സാമ്പത്തിക സ്തംഭനം വരുന്ന സംസ്ഥാനത്ത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് നാളെ അവതരിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും സർക്കാർ കൂടി ചെലവ് ചുരുക്കുന്നതിന് തുനിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക മുരടിപ്പ് അതിരൂക്ഷമാണ്. അതുകൊണ്ട് ഒരു മാന്യകാലത്തെന്ന പോലെ തന്നെ സർക്കാരിൻ്റെ ചെലവ് ചുരുക്കാനല്ല ചെലവ് വർദ്ധിപ്പിക്കാനാണ് ബഡ്ജറ്റ് പരിശ്രമിക്കുക.
കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൊത്തം വില സൂചികയിൽ വർധനവുണ്ടെന്നും റവന്യൂ വരുമാനം 9.8% റിപ്പോർട്ടിൽ പറയുന്നു. 2017-18 GST നികുതി വരുമാനത്തിൽ വളർച്ചാ നിരക്ക് 15.24%. 2016 ഇത് 10.1%. ചരക്ക് സേവന നികുതി കേരളത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും ലോട്ടറി വരുമാനവും പ്രവാസി നിക്ഷേപത്തിന്റെ വളർച്ചാ നിരക്കും കുറഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിയമസഭയിൽ നിന്നും റിനു ശ്രീധർ. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കം അവസാനിക്കുന്നില്ല. നോട്ട് നിരോധനം നടപ്പാക്കിയതിനു ശേഷമുള്ള തൊഴിൽ നഷ്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ 2 സ്വതന്ത്ര അംഗങ്ങൾ രാജിവെച്ചു. അതേസമയം തൊഴിൽ സർവേ ഡാറ്റ ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ പരിഗണിച്ചു വരുന്നതേയുള്ളൂവെന്ന് കേന്ദ്രത്തിന്റെ വിശദീകരണം. ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ ആദ്യ വാർഷിക റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ സ്വതന്ത്രാംഗങ്ങളായ PC മോഹനൻ, JV മീനാക്ഷി എന്നിവർ ജോലിയിൽ നിന്ന് രാജിവെച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ പ്രതിഷേധമുയർത്തിയാണ് ഇരുവരും രാജിവെച്ചത്. രാജിവെച്ച PC മോഹനൻ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ കൂടിയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നോട്ട് നിരോധനത്തിന് ശേഷം 2017-2018 കാലഘട്ടത്തിൽ ഭീമമായ തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. ഇത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന ഭയം കേന്ദ്ര സർക്കാരിനുള്ളിലുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുകയാണ് സാധാരണ പതിവ്. എന്നാൽ തങ്ങൾ റിപ്പോർട്ട് നൽകി 2 മാസമായിട്ടും പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും കമ്മീഷനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ലെന്നും PC മോഹനൻ പറഞ്ഞു. 2017 അംഗങ്ങളായ PC മോഹനും JV മീനാക്ഷിക്കും 2020 വരെയാണ് കാലാവധി. എന്നാൽ തൊഴിൽ സർവേ ഡാറ്റ ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ പരിഗണിച്ചു വരുന്നതേയുള്ളൂവെന്നും കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ എല്ലാ ഘട്ടത്തിലും പരിഗണിക്കാറുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. GDP വിവരങ്ങൾ പുറത്തുവിട്ടത് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണെന്നും കേന്ദ്രം ന്യായീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റു വാർത്തകൾ കൂടി നോക്കാം. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വയനാട്ടിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ പോക്സോ കേസ്. DCC അംഗവും ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ OM ജോർജിനെതിരെയാണ് പരാതി. അതേസമയം കേസ് ഒതുക്കാൻ പ്രതിയും കോൺഗ്രസ് നേതാക്കളും ഇടപെട്ടതായും ബന്ധുക്കളുടെ ആരോപണമുണ്ട്. OM ജോർജിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി KPCC അധ്യക്ഷനും അറിയിച്ചിട്ടുണ്ട്. 1.5 വർഷത്തോളം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാവായ OM ജോർജിനെതിരെ പരാതി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോർജിന്റെ വീട്ടിലെ ജോലിക്കാരാണ്. അവധി ദിവസങ്ങളിൽ ഇവർക്കൊപ്പം പെൺകുട്ടിയും ജോലിക്ക് പോവാറുണ്ടായിരുന്നു. മാതാപിതാക്കളില്ലാത്ത സമയത്താണ് പ്രതി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. കഴിഞ്ഞയാഴ്ച പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്നാണ് ബന്ധുക്കൾ വിവരമറിയുന്നത്. സംഭവം അറിഞ്ഞ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിനെ വിവരം കൈമാറി. അതേസമയം കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. സംഭവിച്ചത് ഞാനിങ്ങനെ ഒരു ദിവസം ഈ പണിക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൽ നോക്കിയതാണ്. അപ്പോൾ പാട്ടല്ല കേൾക്കുന്നത്, ഈ സംഭവങ്ങളാണ് കേൾക്കുന്നത് വ്യക്തമായിട്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇതിൽ മൊബൈലിൽ കേൾക്കുന്നത്. നമ്മുടെ മോളും OM ജോർജും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ മോളോട് ചോദിച്ചപ്പോഴാണ് മോള് കൈയിൻ്റെ ഞരമ്പ് കട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു. നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. കൊന്നിട്ട് ഞാൻ പുറത്ത് പറയരുത്, ചേച്ചിനോട് വരെ പറയരുത്, നിന്റെ വീട്ടുകാരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് മോളെ ഭീഷണിപ്പെടുത്തി. മോളെ പഠിത്തം വരെ മുടക്കി. സംഭവിച്ചത് ഉമ്മർ എന്ന് പറഞ്ഞ ആൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സാവകാശം ഒത്തുതീർപ്പാക്ക്, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എന്നാ വെച്ചാൽ തരാം എന്നാണ് പറഞ്ഞത്. അയാൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. എന്ത് നേതാവാണെന്ന് എനിക്കറിയില്ല. നേതാവാണ് അയാൾ, കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് അയാൾ. പോക്സോ നിയമം, ആദിവാസി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. DYSP കുബേരൻ നമ്പൂതിരിയാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം KM ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് അറിയിച്ചു. അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണം നടത്തും. മാത്രമല്ല അദ്ദേഹം കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടിയിൽ എന്നത്തേക്കുമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കും. അതൊന്നും ഒരു നിമിഷം ഞങ്ങൾ കാത്തിരിക്കില്ല. കുറ്റം ചെയ്തവർ എത്ര വലിയവനായാലും ഈ പാർട്ടിയിൽ അവർക്ക് സ്ഥാനം ഉണ്ടായിരിക്കില്ല. അതേസമയം പ്രതി ഒളിവിലാണെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വയനാട്.
കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കർഷകർ, വിമുക്ത ഭടന്മാർ, യുവാക്കൾ, വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യ യുണൈറ്റ്സ് പ്രക്ഷോഭത്തിന് തുടക്കം. 9 ദിവസം നീളുന്ന ധർണാ സമരത്തിൽ വിവിധ വിഭാഗങ്ങളിലെ 40-ലേറെ സംഘടനകൾ അണിനിരക്കുന്നുണ്ട്. ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ 4.5 വർഷക്കാല ഭരണത്തിനെതിരെ 40-ലേറെ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ യുണൈറ്റ്സ് പ്രക്ഷോഭം. 9 ദിവസം നീളുന്ന ധർണാ സമരത്തിനാണ് ജന്തർ മന്ദിറിൽ തുടക്കമായത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിൽ സമസ്ത ജനവിഭാഗങ്ങളുടെയും ജീവിതം ദുസ്സഹമായി. കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന നിലയിൽ കാർഷിക മേഖല തകർന്നു. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു. പശു സംരക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയിൽ വർഗീയ വിഭജനം ശക്തമാകുന്നു തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് സമരം. കർഷകർ, വിമുക്ത ഭടന്മാർ, യുവാക്കൾ, വനിതകൾ ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ വിവിധ ദിവസങ്ങളിലെ സമരത്തിൽ അണിനിരക്കും. 1-ാം ദിവസമായ ഇന്ന് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിലാണ് ധർണ. സൈനികർ, വിമുക്ത ഭടന്മാർ, യുദ്ധത്തിൽ അംഗഭംഗം സംഭവിച്ചവർ തുടങ്ങിയവരുടെ ആവശ്യങ്ങളാണ് ധർണയിൽ ഉയർത്തിയത്. Our seniors would look after it. Somehow they were so busy with other things that this got sidelined. Now we are pushing those issues which should have been looked after many years ago, starting with the Third Pay Commission. സമരത്തിന്റെ സമാപന ദിവസമായ ഫെബ്രുവരി 7-ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ധർണയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുൻനിർത്തി പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാനും തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാനും പാർട്ടികളോട് സമരസമിതി അന്നേ ദിവസം ആഹ്വാനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യയിൽ വർഗീയ സംഘർഷത്തിന് സാധ്യതയെന്ന അമേരിക്ക. തീവ്ര ഹിന്ദു ദേശീയ നിലപാടുകളിൽ ഉറച്ച് BJP മുന്നോട്ടു പോവുകയാണെങ്കിൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്നും അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ ഡാൻ കോട്സ് പറയുന്നു. അമേരിക്കൻ സെനറ്റ് സെലക്ട് കമ്മിറ്റി യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത്. ഈ വർഷം ലോകത്തിനുണ്ടാകുന്ന പ്രധാന ഭീഷണി സാധ്യതകളെക്കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് നടത്തിയ പഠനത്തിലാണ് പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഇന്ത്യയിൽ വർഗീയ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന കണ്ടെത്തലുള്ളത്. അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ ഡാൻ കോട്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനമാണ് തീവ്ര ഹിന്ദു നിലപാടുകൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ സൂചന നൽകുന്നത്. തീവ്ര ഹിന്ദു ദേശീയ നിലപാടുകളിൽ ഉറച്ചുനിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈ സംഘർഷ സാധ്യത കൂടുതലാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ സെനറ്റ് സെലക്ട് കമ്മിറ്റി യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡാൻ കോട്സിന്റെ ഈ നിരീക്ഷണങ്ങൾ. മോദിയുടെ നയങ്ങൾ BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ കൂട്ടിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വർഗീയ സംഘർഷങ്ങൾ മുസ്ലിങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുകയും ക്രമേണ ഇത് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് വളരുവാനും ഗുണം ചെയ്യും. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 2019 മെയ് വരെ ഇന്ത്യ-പാക് ബന്ധം ഉലഞ്ഞു നിൽക്കും. ഇക്കാര്യങ്ങളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് ജനവിരുദ്ധ വികാരം മറികടക്കാൻ ശ്രമിക്കുന്ന രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP വീണ്ടും പരീക്ഷിക്കാനിടയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യയിൽ തർക്കഭൂമിക്ക് പുറമെയുള്ള ബാക്കി ഭൂമി ന്യാസിനടക്കം വിട്ടുകൊടുക്കാൻ അനുമതി തേടിയ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ നിർമോഹി അഖാര. അയോധ്യയിൽ രാമജന്മഭൂമി ന്യാസിന് ഒരു അവകാശവുമില്ലെന്നും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് കേസിലെ മുഖ്യ കക്ഷികളിൽ ഒന്നായ നിർമോഹി അഖാരയുടെ വാദം. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നും നിർമോഹി അഖാര അറിയിച്ചു. അയോധ്യ കേസിലെ മുഖ്യ കക്ഷികളിൽ ഒന്നായ നിർമോഹി അഖാര കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2010 സെപ്റ്റംബർ 30-ന് തർക്കഭൂമി 3 കക്ഷികൾക്കായി വിഭജിച്ച് നൽകാൻ അലഹബാദ് ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതിൽ ഒരു കക്ഷി നിർമോഹി അഖാരയായിരുന്നു. ബാബറി മസ്ജിദിൽ നിന്നിരുന്ന ഭൂമി രാമജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ട് ആദ്യം രംഗത്ത് വന്ന നിർമോഹി അഖാരയായിരുന്നു. അതിനാൽ രാമക്ഷേത്രം പണിയാനുള്ള അവകാശവും തങ്ങൾക്ക് മാത്രമാണെന്നും VHPയുടെ നേതൃത്വത്തിലുള്ള രാമജന്മഭൂമി ന്യാസിന് ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും നിർമോഹി അഖാര മഹന്ത് ദിനേന്ദ്രദാസ് പ്രതികരിച്ചു. മിച്ചഭൂമി വിട്ടു നൽകാനുള്ള കേന്ദ്രത്തിന്റെ വാദം അനാവശ്യമാണെന്നും വിഷയം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്രത്തിന്റെ ആവശ്യം മതമൈത്രിയെ തകർക്കുന്നതാണെന്നും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനമെന്നും നിർമോഹി അഖാര വ്യക്തമാക്കി. കേന്ദ്രം ഇങ്ങനെയൊരു ഹർജി ഫയൽ ചെയ്തതോടെ അയോധ്യ ഭൂമി തർക്കക്കേസ് കൂടുതൽ വൈകുക മാത്രമേ ചെയ്യൂവെന്ന് ദിനേന്ദ്രദാസ് കുറ്റപ്പെടുത്തി. അതേസമയം കേന്ദ്രത്തിന്റെ ആവശ്യത്തെ എതിർക്കില്ലെന്ന് മറ്റൊരു കക്ഷിയായ ഇക്ബാൽ അൻസാരി പറഞ്ഞു. പള്ളി നിലനിന്ന ഭൂമിയിൽ മാത്രമേ തങ്ങൾക്ക് അവകാശവാദമുള്ളൂ. അതിനു പുറത്തുള്ള ഭൂമിയിൽ കേന്ദ്രത്തിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ 25 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത തർക്കത്തിലില്ലാത്ത 67.39 ഏക്കർ ഭൂമി ഉടമസ്ഥർക്ക് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടാണ് കേന്ദ്രം റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ചൈത്ര തെരേസ ജോൺ റെയ്ഡ് ചെയ്തത് നിയമം പാലിക്കാതെയെന്ന് കോടതി രേഖകൾ. റെയ്ഡ് സമയത്ത് തയ്യാറാക്കേണ്ട സെർച്ച് ലിസ്റ്റും മിനിറ്റ്സും തയ്യാറാക്കിയത് പിന്നീടെന്ന് വ്യക്തമാകുന്നു. റെയ്ഡിന്
റെയ്ഡ് സമയത്ത് ഉണ്ടായിരിക്കേണ്ട സ്വതന്ത്ര സാക്ഷികൾക്ക് പകരമായി സെർച്ച് മെമ്മോയിലും സെർച്ച് ലിസ്റ്റിലും ഒപ്പിട്ടിരിക്കുന്നത് പോലീസുകാർ തന്നെ. ക്രിമിനൽ നടപടി ചട്ടത്തിലെ ലംഘനമാണ് ചൈത്ര നടത്തിയതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യമെങ്കിൽ പോലീസിന് വാറണ്ട് ഇല്ലാതെ ഏത് സ്ഥലവും പരിശോധിക്കാൻ അധികാരം നൽകുന്നത് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 165-ാം വകുപ്പാണ്. റെയ്ഡ് നടത്തുന്ന കെട്ടിടത്തിലെ ഏതെല്ലാം മുറികളിൽ കയറിയെന്നും അവിടെ ഉണ്ടായിരുന്ന വസ്തുവകകൾ എന്തെല്ലാമായിരുന്നുവെന്നും കോടതിക്ക് നൽകുന്ന സെർച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. പോലീസ് നടപടിക്രമങ്ങൾ മുഴുവനായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. ഇക്കാര്യങ്ങളെല്ലാം പരിശോധന നടത്തുമ്പോൾ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. CRPC സെക്ഷൻ 100 പ്രകാരം ഇത് ഉറപ്പുവരുത്തേണ്ടത് റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ബാധ്യതയാണ്. 3 നിലകളിലായി നിരവധി മുറികളുള്ള CPIM ഓഫീസ് റെയ്ഡ് ചെയ്യാനെടുത്ത സമയമാവട്ടെ കേവലം 2 മിനിറ്റും 31 സെക്കൻഡും. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് കുടുസുമുറിയിലെ പരിശോധന പോലും പൂർത്തീകരിച്ച് മിനിറ്റ്സ് തയ്യാറാക്കാനാവില്ല. എന്നാൽ തിരുവനന്തപുരം ACJM കോടതിയിൽ ചൈത്ര തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിൽ 3 നില കെട്ടിടം പരിശോധിച്ചെന്ന് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. റെയ്ഡ് സമയത്ത് പ്രദേശത്തെ മാന്യരും സ്വതന്ത്രരുമായ സാക്ഷികളുടെ സാന്നിധ്യം വേണമെന്നും CRPCയിൽ പറയുന്നു. റെയ്ഡിന്റെ മിനിറ്റ്സ് തയ്യാറാക്കാതിരുന്നതും പാർട്ടി ഓഫീസിലെ ഏതൊക്കെ മുറികളിൽ കയറിയെന്ന് രേഖപ്പെടുത്താതിരുന്നതും സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താതിരുന്നതും നിയമപ്രകാരം തെറ്റാണെന്ന് കേരള ബാർ കൌൺസിൽ അംഗവും പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായ പള്ളിച്ചൽ പ്രമോദ് പറഞ്ഞു. സെക്ഷൻ 100 പറയുന്ന നടപടിക്രമം പൂർത്തീകരിച്ചെടുക്കാൻ എന്തായാലും സാധാരണഗതിയിൽ 2 മിനിറ്റ് കൊണ്ട് സാധ്യമാകുന്നതല്ല. അതവിടെ സെർച്ചിന് ശേഷം അവിടെ യാതൊന്നും തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ആ വിവരങ്ങളെല്ലാം എഴുതുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ അത് എഴുതി തയ്യാറാക്കുന്നതിന് സമയം എടുക്കുക തന്നെ ചെയ്യും. കോടതിക്ക് സെർച്ച് ലിസ്റ്റ് അയക്കേണ്ടതുണ്ട്. അത് അയക്കുന്നതിന് വേണ്ടി അവർ പിന്നെ മറ്റ് ഓഫീസിലോ മറ്റെവിടെയെങ്കിലും വെച്ച് തയ്യാറാക്കിയതായിരിക്കും. അത്തരത്തിൽ അവർ സെർച്ച് നടന്ന സ്ഥലത്ത് വെച്ച് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു കൃത്രിമമായ രേഖ ഉണ്ടാക്കലാണ്. അതൊരു കുറ്റകൃത്യമാണ്. പോലീസ് നടപടി വിവാദത്തിലായതിന് പിന്നാലെ പരിശോധനാ സ്ഥലത്ത് വെച്ച് തയ്യാറാക്കേണ്ട സെർച്ച് ലിസ്റ്റും മെമ്മോയും പിന്നീട് സ്വന്തം ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയതെന്ന് വ്യക്തമാവുകയാണ്. തന്റെ എടുത്തുചാട്ടം ന്യായീകരിക്കാൻ കൃത്രിമമായി രേഖകൾ ചമച്ച ചൈത്ര തെരേസ ജോണിനോട് കോടതിയും സർക്കാരും എന്ത് സമീപനമാവും എടുക്കുക എന്നത് ഇനി അങ്ങോട്ട് പ്രധാനമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പ്രളയാനന്തര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര ധനസഹായം ഫെബ്രുവരി 15-നുള്ളിൽ നൽകുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഉയർന്ന പരാതികളിലെ അപാകതകൾ പരിഹരിച്ചാകും ധനസഹായ വിതരണം നടത്തുകയെന്നും നിയമസഭയിൽ മന്ത്രി വ്യക്തമാക്കി. 6,87,843 പേർക്ക് 10,000 രൂപയുടെ ധനസഹായം ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. അപേക്ഷകൾ ചുവപ്പുനാടയിൽ കുടുങ്ങി സെക്രട്ടേറിയറ്റിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിന്നും വി ഡി സതീശൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. കേരളത്തിന്റെ പുനർനിർമ്മാണം ചുമപ്പുനാടയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് ആരോപിച്ച സതീശൻ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്നും പറഞ്ഞു. ആകെ ലഭിച്ച 7,000 കോടിയിൽ 25% മാത്രമാണ് ധനസഹായം സർക്കാർ വിതരണം ചെയ്തതെന്നും പ്രളയബാധിത പ്രദേശത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ഒപ്പം തകർന്ന വീടുകളുടെ എണ്ണം കുറച്ചു കാണിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരോക്ഷമായ നിർദ്ദേശം നൽകിയെന്നും വി ഡി സതീശൻ ആരോപണമുന്നയിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചുവപ്പ് നാടയിൽ കുരുങ്ങി സെക്രട്ടേറിയറ്റിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ നടപടികളും നടക്കുന്നില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സർക്കാരിന്റേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. പ്രളയാനന്തര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രളയത്തെ കാര്യക്ഷമമായി നേരിട്ട സർക്കാർ പൂർണ്ണമായും തകർന്ന വീടുകളുടെ നിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാക്കിയതായും പറഞ്ഞു. ഫെബ്രുവരി 15-നകം അവശേഷിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികയിലെ അപാകതകൾ പരിഹരിച്ചാകും ധനസഹായ വിതരണം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. പൂർണ്ണമായും തകർന്ന എല്ലാ വീടുകളും പണിയുന്നതിനുള്ള ക്രമീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഫെബ്രുവരി 15-നകം അടുത്ത ഗഡു ഉൾപ്പെടെ അവശേഷിക്കുന്നവർക്കെല്ലാം പൂർണ്ണമായി ധനസഹായം വിതരണം ചെയ്യാൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റീറ്റ ഹൈജീൻ കമ്പനിയുടെ പുതിയ ഉൽപ്പന്നമായ കൊളിൻ പ്രീമിയം സാനിറ്ററി നാപ്കിനുകൾ വിപണിയിലിറക്കി. ഗ്രാഫിൻ ആനിയോൺ, ഹെർബൽ മഗ്വേട്ട് എന്നിങ്ങനെ 2 തരം പ്രീമിയർ നാപ്കിനുകളാണ് കമ്പനി പുറത്തിറക്കിയത്. റീറ്റ ഹൈജീൻ ഡയറക്ടർ ജിതി ജോസഫ്, ASM ഹസീന, R&D മേധാവി ജിനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ പ്രചാരം ലഭിച്ച പ്രീമിയം നാപ്കിനുകൾ ആദ്യമായാണ് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതെന്ന് കമ്പനി മേധാവികൾ അറിയിച്ചു.